വണ്ടി ഓടി ഓടി നമ്മൾ നേപ്പാളിൽ എത്തി തോന്നട്ടാ. അത് നേപ്പാളാ. അവിടെ വെൽക്കം ടു നേപ്പാൾ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെ ആ കാണുന്നത് ഇന്ത്യയും ഈ കാണുന്നത് നേപ്പാളുമാണ്. അയ്യോ, നേപ്പാൾ പോലീസ് ഇടിച്ച്. നമ്മളെ നേപ്പാൾ പോലീസ് തടഞ്ഞു. നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്തേക്കാണ്. അതും നടന്ന്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിദേശ രാജ്യത്തേക്ക് ഞാൻ നടന്നാണ് ക്രോസ് ചെയ്ത് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എവറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യമായിട്ടൊരു രാജ്യത്തേക്ക് കാലുകുത്തുകയും കൂടി ചെയ്യാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കഫേ ആണ്. ഇംഗ്ലീഷ് കഫേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വാട്സാപ്പ് വഴി ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. താല്പര്യമുള്ള എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യണം കേട്ടോ, ഇംഗ്ലീഷ് കഫേ. അപ്പോൾ നമ്മൾ നേരെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഹൈദരാബാദ് വഴി പാട്നയിലോട്ടാണ് വന്നത്. അപ്പോൾ ഹൈദരാബാദ് തൊട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിങ്സ് വ്ലോഗ്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നേക്കണം, ടെർമിനൽ 1. അപ്പോൾ നമ്മുടെ ഒപ്പം വന്നത് എബിൻ ചേട്ടനുണ്ട്. എബിൻ ചേട്ടനെ പലർക്കും അറിയായിരിക്കും, നമ്മുടെ ട്രിപ്പ് ജോഡിയിലെ എബിൻ ചേട്ടൻ. അതുപോലെ തന്നെ നമ്മുടെ ജിതിനുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എല്ലാവരും ഒറ്റക്കൊറ്റക്ക് പ്ലാൻ ചെയ്തതല്ലേ ശരിക്കും. അവിടെ അവസാനം ഒരു ട്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കിട്ടിയല്ലേ. വേറെ ആരെങ്കിലും ഉണ്ട് നമ്മുടെ കൂടെ അറിയാം? അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ ഒരു ട്രിപ്പ് പോകണത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഹൈദരാബാദ് വഴി പാട്നയിലോട്ട് പോകണം, അതായത് ബീഹാർ. അവിടെ നിന്ന് പിന്നെ ടാക്സി വിളിച്ചിട്ട്, ടാക്സി അല്ലെങ്കിൽ ബസ്സാണ് അല്ലേ, എന്നിട്ട് ബോർഡർ നമുക്ക് ക്രോസ് ചെയ്യണം. അതൊക്കെ നാളെ ആയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സ്പെൻസ് കുറച്ച് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ എക്സ്പെൻസ് കുറച്ച് പണിയാണ്. അത് 10 മണിക്കൂർ മുമ്പ് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി. അടിപൊളി. പിന്നെ രണ്ടാമത് ബുക്ക് ചെയ്തപ്പോൾ എക്സ്പെൻസ് കൂടി 10 രൂപ 14 രൂപ എക്സ്ട്രാ വന്നല്ലേ, അത് വേറെ പണി. അപ്പോൾ ഇനി നേരെ സെക്യൂരിറ്റി ചെക്ക്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് എയർപോർട്ടിൽ വേഷം കണ്ട എങ്ങനെയുണ്ട്? അറബികളാണോ വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. ഫ്ലൈറ്റിൽ ഇത്ര തിക്കുന്നവർക്ക് ആദ്യമായിട്ട് കാണണം. എൻ്റെ സീറ്റ് കണ്ടുപിടിക്കട്ടെ കേട്ടോ. 18 നമ്മുടെ സീറ്റ്. 18 എവിടെ? 18B. യെസ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ഹൈദരാബാദ് വന്നു. ഹൈദരാബാദിൽ നിന്ന് ഇപ്പോൾ പാട്നക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തിരക്ക് ഇതൊക്കെയാണ്. വേഷമൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ എവറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ബാക്കി കാഴ്ചകളൊക്കെ ഓൺ ദി വേ പറയാം. De mí se acabó. Trata de festejar, celebramos el bienestar. Tantas estrellas brillan, quiero un carro que corra más. Nada me rompe, no, no, nada me rompe. അങ്ങനെ നമ്മൾ ബീഹാറിലെ പാട്നയിലെത്തിയിട്ട്, പാട്നയിലെ എയർപോർട്ടാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് റെക്സോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേപ്പാളിലെ ബോർഡറിലോട്ട് പോകണം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയപ്പോഴാണ് ബസ്സൊന്നുമില്ല. ബസ്സുള്ളത് രാത്രിയാണ്. ഇപ്പോൾ സമയം ഒരു 11 മണി കഴിഞ്ഞു. അപ്പോൾ രാത്രിയിൽ മാത്രമേ ബസ്സുള്ളൂ. പിന്നെ വേറെ ഓപ്ഷൻ നോക്കിയിട്ടൊന്നും കാണില്ല. പിന്നെ ഈ ടാക്സി എടുത്ത് പോകാമെന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത്. ടാക്സിക്ക് ഇപ്പോൾ ഒരു 5000 രൂപയൊക്കെ പറഞ്ഞു, 5500 പറഞ്ഞു. ഇപ്പോൾ 4500 ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ നടുക്ക് കിടക്കാനാണ് ടാക്സി ചേട്ടനൊരു ബാഗ് എടുത്ത് നേരെ പിടിച്ച് പോകുന്നുണ്ട്. നമ്മുടെ എബിൻ ചേട്ടനും ജീതിനും കൂടി കഥയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കണ്ട. അവസാനം വിലയൊക്കെ പറഞ്ഞ് കുറച്ച് 4500 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 3 പേരും കൂടി ഷെയർ ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് അല്ലേ ആവുള്ളൂ. ഒരു 1000 സംതിങ് രൂപയായിട്ടുള്ളൂ. അതുകൊണ്ട് ടാക്സി തന്നെ എടുക്കാം. വേറെ ഓപ്ഷനില്ല. ട്രെയിനില്ല. ട്രെയിൻ 10:30 ഉണ്ടായത് പോയി. ഇപ്പോൾ 11 മണിയായില്ലേ. പിന്നെയുള്ളത് ബസ്സാണ്. രാത്രി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടാക്സി വിളിച്ച് തന്നെ പോവാം. ഇത് കണ്ട, ഇതാണ് എയർപോർട്ട്, പാട്ന എയർപോർട്ട്. ഭയങ്കര ചെറിയ എയർപോർട്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ അങ്ങ് ഇറങ്ങാൻ പുറത്തോട്ടാ. വേറെ ഒരു പരിപാടിയില്ല. ഇന്നിവിടെ ആരോടൊക്കെ വരുന്നുണ്ടെന്ന് കൊണ്ടാ. കുറേ പോലീസുകാരും കമാൻഡോസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ചോട്ടാവാല വേറെ ഉണ്ട്. നമ്മളങ്ങനെ ബീഹാറിലെ പാട്നയുടെ തെരുവിലൂടെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുണ്ട്, ഇതാണ് ബീഹാർ. പാലോ കാണാൻ ഒരു വലിയ പാലത്തിൻ്റെ അടിപൊളിയാണല്ലോ പോണം.
कोई बिरयानी मिलेगा बिरयानी ആ കേട്ടോ अच्छा अच्छा बिरयानी ഏതാ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം. രാവിലെ നമ്മൾ മറ്റേ KFC കുറച്ച് ചിക്കൻ മേടിച്ചിരുന്നു, അതേ കിട്ടിയുള്ളൂ. വെളുപ്പിന് 6 മണിക്ക് ചിക്കനൊക്കെ KFC ഇവിടെ വെജ് നാടാണോ? താലി താലി भैया नाम क्या है आपका? राम निकवाल. हाँ हाँ. അപ്പോൾ റാം നിക്വാൾ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ് നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ട് പോണത്. നമ്മൾ റെക്സോൾ വരെ എത്തിക്കുന്ന ഈ ചേട്ടനാണ്. നമ്മളിപ്പോൾ റെക്സോളിലോട്ട് പോണതെന്ന് പറഞ്ഞാൽ റെക്സോളാണ് നമ്മുടെ നേപ്പാളിൻ്റെ ഒരു ബോർഡർ. 2 ബോർഡർ കുറേ ബോർഡർ ഉണ്ട്. അതിലൊരു ബോർഡറാണ് റെക്സോൾ. അപ്പോൾ റെക്സോൾ വഴി വന്നാൽ മതി എന്നാണ് ബാബുക്ക പറഞ്ഞത് അല്ലേ? ഇതാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതാണ്. ഇപ്പോൾ കൊറോണ സിറ്റുവേഷനിലും പല ബോർഡറും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്സോളിലോട്ടാണ് പോണത്. റെക്സോളിൽ എത്തിയിട്ട് നമുക്ക് ATM നിന്ന് പൈസ എടുക്കണം. നേരെ റെക്സോൾ പോയിട്ട് പിന്നെ നേപ്പാൾ ഇന്ന് തന്നെ ക്രോസ് ചെയ്യാൻ പറ്റും അല്ലേ? വൈകുന്നേരം നമുക്ക് എത്തും. 5 മണിക്ക് പോവാണെങ്കിൽ ഇന്ന് തന്നെ ക്രോസ് ചെയ്യാം. 5 മണിക്കാണ് ക്രോസ് ചെയ്യണം. ഇന്ന് 5 മണിക്ക് എത്താണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ക്രോസ് ചെയ്യാം. 5 മണിക്ക് എത്തുമായിരിക്കും. അപ്പോൾ നമ്മളിത് ബീഹാറിൻ്റെ തെരുവിലൂടെ പാട്നയുടെ നഗരത്തിൻ്റെ ഹൃദയമാണ്. ആ നദിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പാലത്തിൻ്റെ അടി കൂടിയാണ്. കരിമ്പ് വെള്ളരിക്ക, ഇതേ കരിക്ക്, അതുകൊണ്ടാ വെള്ളരിക്കൊക്കെ ഇട്ട് വെക്കണ്ടല്ലോ. കരിക്കിന് എന്തോ സ്പെഷ്യലായിട്ട് തോന്നണം. ഇവ പൊള്ളാച്ചിന്ന് തന്നെയാണല്ലേ ഗ്യാരണ്ടി. ഇവിടെ തെങ്ങില്ലല്ലേ? അതിപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഇവിടത്തെ കരിക്ക് കഴിക്കാന്ന് കരുതിപ്പോഴാണ് പുള്ളിയുടെ വിചാരം ഹോൺ അടിക്കുമ്പോഴാണ് വണ്ടി പോണെന്ന്. അതാണ് ഇങ്ങനെ വേണം. ഇവിടത്തെ കരിക്ക് കണ്ടപ്പോ വേറെ ഏതോ രീതിയിൽ നമ്മുടെ നാട്ടിൽ കാണാത്ത പോലത്തെ കഴിക്കാം. അപ്പൊ ഞാൻ ഇവിടത്തെ കരിക്ക് കഴിക്കാമെന്നൊക്കെ വിരിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് അത് പൊള്ളാച്ചിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇവിടെ തെങ്ങൊന്നുമില്ലല്ലോ. ഒരു തെങ്ങ് കണ്ടുപിടിച്ച്. തെങ്ങില്ലെന്നാ പറയാ, തെങ്ങുണ്ട്, ഒരെണ്ണം കണ്ട്. ഞാൻ ചിലപ്പോ ഉൾപ്രദേശത്തിൽ പോകുമ്പോ 5-6 കാണുമായിരിക്കും. ആടാ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ മാത്രമല്ല, ഞാൻ രാജസ്ഥാൻ പോയപ്പോഴും തന്നെ വരുന്നത്. അവരുടെ വിചാരം ഹോൺ അടിക്കുമ്പോഴാണ് വണ്ടി മുമ്പോട്ട് പോകണമെന്നാണ് അല്ലേ? കേരളം കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പാറ്റേൺ ഭയങ്കര സീനാ. ഇവിടുത്തെ റോഡൊക്കെ നല്ലതാ. പക്ഷേ പാട്ന റെയിൽവേ സ്റ്റേഷൻ ആണ് അപ്പുറത്ത് കാണാം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വലിയൊരു എയിംസ് ദിഗ എലവേറ്റഡ് ഹൈവേ ആണ്. താഴെ ചേരിയാണ്. താഴെ ഉണ്ടോ ചേരി? താഴെ ഒരു പുഴയുണ്ട്. പുഴയെന്ന് പറയാൻ പറ്റുമോ? തോട്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് സോൺപൂർ ഹൈവേ കൂടിയാണ് കേട്ടോ. ഇപ്പം മുമ്പിൽ കാണുന്നത് ഏതോ ഒരു ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴത്ത് കൂടി റെയിൽവേ കടന്നു പോകുന്നുണ്ട്. റെയിൽവേ താഴെയും മുകളിൽ കൂടി റോഡും, അങ്ങനത്തെ ഒരു ബ്രിഡ്ജാണിട്ടത്. പിന്നെ നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് ഗംഗാനദിയാണ്. ഉത്തരാഖണ്ഡിൽ നിന്നൊക്കെ ഒഴുകി വന്ന് ഗംഗാനദി ഇവിടെ എത്തി. അപ്പോൾ ഗംഗാനദി ക്രോസ് ചെയ്താണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കണം. ഈ പാലം ഓടിയിട്ട് തീരണല്ലോ. നല്ല നീട്ടമുണ്ടല്ലോ. ഇതെന്താണ് ഇത്? പാലം തീരണല്ലോ. എത്ര നേരം ഓടണ? അയ്യോ, ഈ പാലത്തിന്റെ പേര് ഞാൻ നെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കണം. എന്താ സംഭവം നോക്കട്ടോ. ദിഗ പെഹലേഷ JP സേതു റോഡ്, അങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കണം. നല്ല കിടിലം പാലം വരുന്നുണ്ട്. എന്ത് നീളം വരുന്നു, അടിപൊളി. അപ്പൊ ഈ ഒരു ഗംഗാനദിയാണ് ഇത്ര നേരം ക്രോസ് ചെയ്തോണ്ടിരുന്നത്. അത് തീരണല്ലേ? ഇത് നദിയൊന്നുമല്ല, ഇത് കടല കണ്ട. ഭയങ്കര നീളത്തിലാണ് ഗംഗ. മറ്റേ നമുക്കറിയാലോ, നമ്മളന്ന് ഉത്തരാഖണ്ഡ് പോയപ്പോൾ ഗംഗാനദി കണ്ടു. അവിടെ നിന്നൊക്കെ ഒഴുകി ഇപ്പൊ ബീഹാറിൽ വന്ന് കൊൽക്കത്തയിലോട്ടൊക്കെ പോലെ അല്ലേ? കൊൽക്കത്ത വഴി മറ്റേ വെസ്റ്റ് ബംഗാളിലോട്ട് അവിടെയാണ് പോണ. ഇവിടെ കൊള്ളാട്ടോ. കുറെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. റോഡിൽ പന്തലൊക്കെ ഇട്ടേക്കണം. അതുകൊള്ളാലോ, പന്തലിട്ടേക്കണം റോഡിൽ. അണ്ടർപാസ് ആണല്ലേ? അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോണ്ടല്ലോ ചൂടെടുത്തിട്ടല്ല, പുകഞ്ഞു പോവാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ്. അതായത് ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ്റെ അവസ്ഥ. ഇവിടെ നിന്നൊക്കെ ചൂടുകാറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് എന്തോ പോലെയൊക്കെ. അപ്പോഴാണ് ഞാനിത് ക്ലൈമറ്റ് മറ്റേ ചൂട് എന്തോരം ഉണ്ട് കാലാവസ്ഥയുടെ ഇത് മൊബൈൽ നോക്കിയപ്പോഴാണ് അല്ലേ 37 ഡിഗ്രി ചൂട് കാലാവസ്ഥ. എൻ്റെ പൊന്നളിയാ. ഇവിടെയൊക്കെ എങ്ങനെ ആൾക്കാർ
ജീവിക്കണം. താടി ഉള്ളതുകൊണ്ട് മോൻ താടി ചൂടാവണത്. അഡ്ജസ്റ്റ് ചെയ്തല്ലേ. ഇവിടെയൊക്കെ പുകയാണ് ഭയങ്കരമായിട്ട്. എൻ്റെ മൊബൈലൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കണം. ഇപ്പൊ ഈ ഞാനിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന ക്യാമറ ഒക്കെ പഴുത്തിരിക്കുകയാണ്, ചൂട് വന്നിട്ട്. അല്ലേ അതില്ലേ, ഞാൻ വിചാരിച്ച എൻ്റെ മാത്രമാണ്, എല്ലാവരുടെയും മൊബൈൽ അങ്ങനെ തന്നെ, അത്രയും ചൂടുണ്ട്. ഞങ്ങൾ പോണ വഴിയുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ധാബ കയറിയിട്ടാ, ചെറിയ ഒരു ധാബ. ഇതിന് ധാബയെന്ന് തന്നെ അല്ലേ പറയണം, ധാബ. യെസ്. അപ്പോൾ എന്തൊക്കെയോ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്, വരും അല്ലേ, എന്താണെന്ന് നോക്കണം. റൊട്ടിയും തട്ടിയും അതൊക്കെ എന്താ സാധനം ഒന്നും അറിയില്ല, നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നേക്കാണ്. അത് ഇത് റൊട്ടി കടലക്കറിയാം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തോ സാധനമാണ്. കണ്ട, ആ പരിപ്പാണ്, കടലയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം, എന്താ ഉച്ചക്കത്തെ ഭക്ഷണം. ഒരു ലോറി വന്നാണ്ട കിടിലം പാട്ടൊക്കെ ഇട്ടിട്ട്. ഞങ്ങളിവിടെ സൈഡിൽ നിർത്തിയിട്ട് തണ്ണിമത്തനൊക്കെ മേടിച്ച് തിന്നുകൊണ്ടിരിക്കണ്ട. വേണ്ട, ഈ ചൂടത്തെ പറ്റിയ സംഭവമാണ്. നമ്മൾ മേടിച്ചിട്ട് 80 രൂപ കേട്ടോ, ഒരു വലിയൊരു തണ്ണിമത്തൻ 80 രൂപ കിട്ടി. കുറേ ഉണ്ടായിരുന്നു, റോഡ് സൈഡിൽ മൊത്തം തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ കൊണ്ട് മുറിച്ച് 3-4 പീസുകളാക്കി പുറയിലിരിക്കണം, ബാക്കി കണ്ട. എന്നിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിർത്തിയേക്കണത് ഇതേ സ്ഥലം ലാൽഗഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, ലാൽഗഞ്ചി, ബീഹാറിലെ ലാൽഗഞ്ചി എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ്. ഇവിടെ നിർത്തിയെന്ന് വെച്ചാൽ 3-4 ATM കണ്ടു. അപ്പോൾ നമുക്ക് പൈസ എടുക്കണം, കാരണം ബാബുക്കൾക്ക് നമ്മൾ പാക്കേജിൻ്റെ പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലൊരു 10,000 രൂപയെങ്കിലും വേണം. കാരണം ഇതെല്ലാം നമുക്ക് ഇനി നേപ്പാൾ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ തന്നെ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം നമ്മൾ ആ ഫണ്ട് മൊത്തം എടുക്കണം. അപ്പോൾ ATM നിന്ന് ഇവിടുന്ന് 10,000 രൂപ വെച്ചിട്ടേ കിട്ടണുള്ളൂ. ഒരു തവണ 10,000 രൂപ വലിക്കാൻ പറ്റുള്ളൂ. പല ഇതിനകത്ത് കൊണ്ട് ഇട്ട് നോക്കണം. ഇവിടെ ആക്സിസ് ഉണ്ട്, ഇവിടെ HDFC ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് 10,000 രൂപ വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം. മുമ്പിലെ പൊടി കണ്ട, കുറേ മണിക്കൂറുകളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. എന്ത് പൊടിയാന്ന് നോക്കി. ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കണോ ഈ പൊടിക്കകത്ത്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നൈസായിട്ടൊന്ന് ഉറങ്ങി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കും. കാരണം എന്താ പറയുക, നമ്മുടെ വണ്ടി ഓടിക്കുന്ന പുള്ളി പണ്ട് നാസയിലായിരുന്നെന്ന് തോന്നണം കേട്ടോ. റോക്കറ്റ് വിടണ പോലെയാണ് വണ്ടി വിടണ. പണ്ട് എന്ത് പോക്കാണ് പോയത്. ഏതാണ്ട് നിസ്സാര നേരം കൊണ്ട് ഇനിയിപ്പോൾ ഒരു 40 കിലോമീറ്ററും കൂടെ ഉള്ളു ലെക്സോളിലോട്ട്. ഞാൻ ഉറങ്ങണ സീനാണ്. ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ ഇത്തിരി ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഗോതമ്പ് പാടം ഇത് കണ്ടോ. ഇവിടെ നിറച്ച് കൃഷികളാണ്. ഈ പോണ വഴിക്ക് മൊത്തം ഇതുപോലെ കുറേ കൃഷികൾ കാണാം. ഇത് കണ്ടോ, ഒരുപാട് കൃഷികൾ കാണാം കേട്ടോ. പോണ വഴിക്ക് ഫുള്ള് ഇത് തന്നെ, ഗോതമ്പ്, പിന്നെ വേറെ എന്തോ കുറേ സാധനങ്ങളൊക്കെ. നമ്മുടെ ഇപ്പോൾ വന്ന ഓട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി പുള്ളി മറ്റേ ഫ്ലൈറ്റ് ഒക്കെ പറത്തുന്ന ടൈം പറയില്ലേ, ഫ്ലൈറ്റ് പറത്തുന്ന ആളാണ് പറന്നിട്ട് വന്നത്. പക്ഷേ ഭയങ്കര ഡേഞ്ചറായിരുന്നു കേട്ടോ. പുള്ളി പോണ പോക്ക് ഇനി ഇപ്പൊ അടുത്ത ഓടിക്കണം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിലേ ശരിക്കും പറഞ്ഞാൽ 10,000 രൂപ കൂടുതൽ കൊടുത്താലും കാഠ്മണ്ഡുവിലോട്ട് പോകണമായിരിക്കും നല്ലത്. ഈ റൂട്ട് ഹെവി സീനാണ്. പൊടിയുണ്ടോ, പൊടി ഭയങ്കര പൊടി. എൻ്റെ ദൈവം, മിക്കയിടത്തും റോഡിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഇടിച്ച് സമാധാനമായി. താങ്ക് യു മമ്മി. ചെളി തെറിച്ച് പുല്ല് സ്ലോ മോഷൻ ആയിരുന്നോ? എന്തൊക്കെ ഇതുണ്ടത്, ഗ്ലാസ്സിലൊക്കെ ചെളിയുണ്ട്. അടിപൊളി. എന്താ ചെയ്യുന്ന വെച്ചാല് ഇന്നലെ ബാത്റൂമിൽ പോയത്, ഇന്ന് ബാത്റൂമിൽ പോയിട്ടില്ല. ഒരവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് റെക്സോൾ എത്തണം. ഇനിയൊരു 20 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് റെക്സോള്. എന്നിട്ട് എനിക്കൊരു ബോർഡർ ക്രോസ് ചെയ്യണം. ബോർഡർ ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ബസ് വിളിച്ച് നമുക്ക് കാഠ്മണ്ഡു പോകണം. എനിക്കൊണ്ട് രാത്രി ആകുമ്പോൾ എത്തും അല്ലേ? ഇല്ലേ, ഒരു രാവിലെ 2 മണി ഇവിടെ ഇന്ത്യയില് നമ്മൾ ഇത്രയധികം പെട്രോൾ അടിച്ചിട്ട് കക്കൂസ പോയത്, ഇവിടെ കക്കൂസ് വിടുന്നിട്ടുണ്ട്. ഓ, നമ്മള് പാട് വിട്ടിട്ട് പെട്രോൾ പെട്രോളിന് പകുതി വരെ ഉള്ളൂ നേപ്പാളില്. ആണോ? ഇപ്പൊ സമയം 5 മണിയായിട്ടോ, 5 മണിയായി. രാവിലെ ഇറങ്ങിയാണ് നമ്മൾ. ഇവിടെ ഈ വണ്ടി കയറി എത്ര മണിക്കാ? 12 മണിയാകുമ്പോൾ കയറിയതാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല. ഇനി അതെ, റോഡ് പല സ്ഥലങ്ങളിലും ഭയങ്കര മോശമാണ്. അത്രയും മോശമുള്ള റോട്ടിൽ കൂടി പുള്ളി 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകണം. അതാണ് വേറെ കോമഡി. ഭയങ്കര
വണ്ടിയൊക്കെ അടിച്ച് ഇത് നടക്കാം. ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ചോണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചൂട് ആവി അടിക്കും ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ. സംഭവം കൊള്ളാം, പൊളി കാണാം അല്ലേ? എല്ലാവരും ഭയങ്കര പ്രശ്നമായിട്ട് അപ്പോൾ നമ്മൾ റെസോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേട്ടാ. ഇവിടുന്ന് 1 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. നേപ്പാളാണ്, ബോർഡറാണ്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ പറയാം. ഒരു മിനിറ്റ്. പൊടി നോക്കി ഇവിടുത്തെ പൊടി കണ്ടോ? ഇത് ക്യാമറ കിട്ടണേക്കാളും ഹെവി പൊടിയാണ് കേട്ടോ. അമ്മാരി പൊടി, ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ഇവിടെ പൊടിന് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് 75,000 രൂപയാണ്. ഞാനും പോയി കുറച്ച് കാശ് എടുക്കട്ടെ. എടുത്തു എടുത്തോ. ഇവിടെ ATM ഉണ്ട്. 75,000 രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് 25,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 50,000 ഇവിടെ വന്നിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നേപ്പാളി മണിയായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ 50, പുള്ളിയുടെ 50, ഇങ്ങനെ 50, ഏകദേശം 1.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം അറിയുന്നവരോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണോ സാധ്യതയില്ലേ. ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പോകണ വഴിക്ക് ഇവരെങ്ങാനും ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്ത് വന്ന് നമ്മളെ എന്താണ് അപായപ്പെടുത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നമാകാൻ സാധ്യതയില്ല. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ബാബുക്കൊക്കെ അറിയുന്ന ആളെ വഴി കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ പുള്ളിയാണ് നമ്മുടെ ജിതിൻ വിളിച്ചുകൊണ്ടിരിക്കണം. ആ പുള്ളി ഇപ്പോൾ ഇവിടെ വരും, കൺവേർട്ട് ചെയ്ത് തരും. നേപ്പാളി മണി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, 1 രൂപ ഇന്ത്യൻ മണി എന്ന് പറയുന്നത് നേപ്പാളി എന്ന് പറയുന്നത് 1.6 അപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 2.5 ലക്ഷം രൂപയുടെ അടുത്ത് നേപ്പാളി മണി കയ്യിലുണ്ടാവും. ഇത്രയും എമൗണ്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന റിസ്ക്കുമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അഡ്വാൻസ് കൂടാണ്ട് ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ കൊടുക്കുകയാണെങ്കിൽ ട്രിപ്പ് കണ്ടക്ട് ചെയ്യണവർ തന്നെ ഇത് കൺവേർട്ട് ചെയ്തോളും. അപ്പോൾ നമ്മളത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഫുൾ എമൗണ്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. ഇത് ഈ പാക്കേജ് റേറ്റ് കൂടാണ്ട് നമ്മൾ എക്സ്ട്രാ 10,000 രൂപയും കൂടി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന്. അവിടെ ചെന്നിട്ട് കുറേ ചിലവുകളൊക്കെ ഇല്ലേ, കുറേ ചാർജ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഭക്ഷണം മേടിക്കാൻ, എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചിലവുണ്ടല്ലോ. അപ്പോൾ ഒരു 10,000 രൂപ മതി. 10,000 ഇന്ത്യൻ മണി നേപ്പാളി മണിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന്. അത് കൂടാണ്ട് പിന്നെ ഇവർക്ക് കൊടുക്കാനുള്ള പൈസ. എന്ത് പൊടിയാണെന്ന് അറിയാം. എൻ്റെ പൊന്നോ, വായൊക്കെ പോയി. നമ്മൾ നേരത്തെ ഫോൺ വിളിച്ച് കണക്ട് ചെയ്തില്ലേ, ആ പുള്ളി നമ്മളോട് സ്ഥലത്തോട്ട് എത്താൻ പറഞ്ഞ്. അപ്പോൾ ഇവർ പറയണ ഭാഷ നമുക്ക് മനസ്സിലാവണില്ല അല്ലേ. ഹിന്ദിയാണ് പറയണമെങ്കിലും സ്ലാങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം ഹിന്ദി അറിയാം. അപ്പോൾ പുള്ളിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ. അതെ, നേരെ ഫോൺ പുള്ളിക്ക് കൊടുത്ത് അങ്ങനെ പുള്ളിനെ വിശ്വസിച്ച് എവിടെയോ പോകണാണ്. എവിടെ പോകണമെന്ന് ദൈവത്തിന് അറിയാം. എന്തോ കസ്റ്റംസ് ഓഫീസോ അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പോൾ നേരത്തെ നമ്മൾ ടാക്സി വിളിച്ച് പാട്നയിൽ വന്നില്ലേ, പുള്ളിക്ക് 4,500 രൂപ കൊടുത്തു. പുള്ളി അവിടെ വെച്ചിട്ട് 5,500 രൂപയാണ് റേറ്റ് പറഞ്ഞത്. നമ്മൾ പിന്നെ പറഞ്ഞ് 4,500 ആക്കി. ഇനി 100 രൂപ എക്സ്ട്രാ ജസ്റ്റ് ഒരു ടിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4,600 രൂപ പുള്ളിക്ക് കൊടുത്ത്. അപ്പോൾ പുള്ളിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കൊടുത്ത്. അപ്പോൾ പുള്ളി അവിടെ നമ്മളെ പറഞ്ഞേക്കാളും നേരത്തെ എത്തിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇന്ന് തന്നെ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഒരുപാട് വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡർ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. 7 മണി തന്നെ ക്ലോസ് ചെയ്യും, അതാ പ്രശ്നം. ഇപ്പോൾ 5:30 നീ ഇയാൾ എത്ര രൂപ മേടിക്കാവോ? ഇവിടെയൊക്കെ നിറച്ച് മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് കുറേ പെട്ടിക്കട പോലെ ഉണ്ടല്ലേ. ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇത്ര എമൗണ്ട് ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് ബാബുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കാനില്ല. അപ്പോൾ ഇയാൾ ഫോൺ അടിച്ച് കൊല്ലുമല്ലോ. ഞാൻ ഒരുപാട് പോയപ്പോൾ ഏകദേശം ഒന്ന് വണ്ടി ഓടി നമ്മൾ നേപ്പാളിലെത്തി തോന്നട്ടാ. ആ കാണുന്ന ഒരു കവാടമുണ്ട് പുറകിൽ, അത് നേപ്പാളാ. അവിടെ വെൽക്കം ടു നേപ്പാൾ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു കാലം ഇന്ത്യയിലും ഒരു കാലം നേപ്പാളിലാണ്. അപ്പൊ ആക്ച്വലി ഇപ്പോ അതെ ആ കാണുന്നത് ഇന്ത്യയും ഈ കാണുന്നത് നേപ്പാളുമാണ്.
അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഒന്നിനുള്ള ഇല്ലാത്ത ഇടക്കാണ് നമ്മൾ നിൽക്കണമെന്ന് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നോമാൻസ് ലാൻഡാണ്, അതായത് ഇന്ത്യക്കും നേപ്പാളിലും നടുക്കുള്ള സ്ഥലം, ബോർഡർ. അവിടെ നേപ്പാളിൻ്റെ പോലീസാണോ മറ്റേ സൈന്യമാണോന്ന് അറിയില്ല, അവിടെ ആൾക്കാരൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആൾ വന്നിട്ടുണ്ട്, അതായത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ആൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് പൈസ നേപ്പാളി മണി ആക്കണം, ഇന്ത്യൻ മണി ആക്കണത്. അപ്പോൾ എന്താ ആ കാണുന്നത് ഇന്ത്യ ഉണ്ട, അത് ഇന്ത്യ, ഇത് നേപ്പാൾ. പക്ഷേ ഈ നേപ്പാളി കയറണ ശരിക്കും പറഞ്ഞാൽ വേറൊരു രാജ്യത്തേക്ക് കയറണതാണെന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ല. കാരണം പാസ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഐ ഡി കാർഡ് കാണിച്ച് കയറിപ്പോൾ. സാധാരണ രീതിയിൽ പാസ്പോർട്ട് കൊടുത്തിട്ട് ഇന്ത്യനെ എക്സിറ്റ് അടിച്ച് അവിടെ എൻട്രി ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴും നേപ്പാളിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇന്ത്യയിലോട്ട് എൻട്രി ചെയ്യണം. അത് നോർമൽ പ്രൊസീജിയർ, പക്ഷേ അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ പുള്ളിയുടെ ഒപ്പം ജിതിൻ പോകുന്നുണ്ട് ആ ബൈക്കിൽ. നമ്മൾ ഈ ഓട്ടോറിക്ഷയിലാണ് പോകണം. ഈ ഓട്ടോറിക്ഷയുടെ നമ്പർ നോക്കി ഇതുണ്ട്, നേപ്പാളിനൊക്കെ ഇരിക്കണ്ട. നേപ്പാളിൽ എനിക്ക് ഹിന്ദി അല്ലേ, ഹിന്ദിയാണോ? നേപ്പാളിൽ ഹിന്ദി തന്നെയല്ലേ, നേപ്പാളി ഭാഷയുണ്ടല്ലേ. ഓ അങ്ങനെ അതിനകത്താണ് നമ്പർ എഴുതിയേക്കണം. അപ്പോൾ ഈ ഒരു നീല കളർ ഓട്ടോറിക്ഷയിൽ നേപ്പാളിലെ സ്റ്റൈലിൽ ഓട്ടോറിക്ഷയാണ് കണ്ടോ. അയ്യോ, നേപ്പാൾ പോലീസ് ഇടിച്ച്, നമ്മളെ നേപ്പാൾ പോലീസ് തടഞ്ഞു. കുതിരവണ്ടി വേണമെങ്കിൽ നമ്മളെ ആ നേപ്പാളിൻ്റെ മറ്റേ ഫ്ലാഗ് ഉണ്ടല്ലേ, അതും കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ പോലീസുകാർ നമ്മുടെ ഓട്ടോറിക്ഷ തടഞ്ഞു. അത് വിടുന്നില്ല, എന്താ സംഭവം എന്നറിയില്ല. അപ്പം എന്താണെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ആ ഒരു ഭാഗം നടന്ന് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ നടന്നു. അപ്പോൾ ഈ പുള്ളി ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടെങ്കിൽ വന്നു, അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല. ശരിക്കും ആ ഒരു ഭാഗത്തെത്തുമ്പോൾ നടന്ന് ക്രോസ് ചെയ്താൽ മതി. ശരിക്കും വണ്ടിയിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് പിടിച്ചേർത്തൽ സംഭവമൊക്കെ വരുന്നത്. അത് നമ്മുടെ നേപ്പാളിലെ കസ്റ്റംസ് ആയിരുന്നു. ഇത്രയുള്ള കസ്റ്റംസ് പരിപാടി. അപ്പോൾ നടന്ന് ക്രോസ് ചെയ്താൽ മതി, ഏറ്റവും സുഖമാണ്. അപ്പോൾ നമ്മൾ ഈ ഓട്ടോ പിടിച്ചിട്ട്, ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ അവർ തന്നെ പറഞ്ഞു വന്ന് കിട്ടിയതാണ്. ശരിക്കും ഓട്ടോ വിളിക്കുമ്പോൾ നേരത്തെ ശ്രദ്ധിക്കണം കേട്ടോ, അവർ ഭയങ്കര എമൗണ്ടൊക്കെ പറയും. 500 നേപ്പാളി രൂപ പറഞ്ഞ്, പക്ഷെ പറഞ്ഞ് 200 ആക്കി. 200 രൂപയൊക്കെ അത്ര കൊടുത്താൽ മതി. അത് വലിയ നമ്മൾ വേട്ടമൃഗങ്ങളാണ്. നമ്മൾ എവിടെ ചെന്നാൽ പിഴിയുമല്ല, ടൂറിസ്റ്റുകളല്ലേ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇനി കാഠ്മണ്ഡുവിലോട്ട് പോവാണ്. അതിനിപ്പോൾ 700 നേപ്പാളി രൂപയാണ് പറയുന്നത്. ഇവിടെ നിന്നൊരു 300 കിലോമീറ്റർ ഉണ്ട്. നാളെ വെളുപ്പിന് എത്തുള്ളൂ. പിന്നെ നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്തില്ലേ, മണി എക്സ്ചേഞ്ച് ചെയ്തത് 1.6 എന്നുള്ള റേറ്റിലാണ് കേട്ടോ. 1.6 എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് റേറ്റ് അത് തന്നെയായിരിക്കണം. ഞാൻ ഈ പുറകെ കാണുന്ന കടയിൽ നിന്നുണ്ടല്ലോ, 1 കുപ്പി വെള്ളം 2 കുപ്പി വെള്ളം മേടിച്ചിട്ടാണ്. അപ്പോൾ 50 രൂപയാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ മണിയാണ് കൊടുത്തത്. ബാക്കി 110 രൂപ നേപ്പാളി മണി തിരിച്ചു. 50 രൂപ 100 കൊടുത്തിട്ട് 110 രൂപ കിട്ടി. അതുകൊള്ളല്ലോ പരിപാടി. ഇതിപ്പം ഇത് നേപ്പാളാണ്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അങ്ങ് ഭയങ്കര കൺഫ്യൂഷനാണ്, നമുക്കറിയില്ല. 2 നോട്ടും കൂടി, അതായത് ഇന്ത്യൻ മണിയും ഇവരെടുക്കും. ഇന്ത്യൻ മണി എടുക്കുമെന്ന് പറഞ്ഞാലേ 500 നോട്ട് ഇവർ എടുക്കില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 100, 50, 10 രൂപ, 20 രൂപ അതൊക്കെ എടുക്കും ഇന്ത്യൻ മണി. 500 നോട്ടിൽ കള്ളനോട്ടൊക്കെ ഇറങ്ങണോണ്ട് അവർ എടുക്കാറില്ല. 500 നോട്ട് അപ്പോൾ കയ്യിൽ വെക്കണ്ട, ഇവിടെ നേപ്പാളിൽ എടുക്കില്ല. 100 രൂപയൊക്കെ എടുക്കും. പിന്നെ അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മണി കൊടുത്തതിനെ അവർ തിരിച്ച് തരുന്നത് നേപ്പാളി മണി. അപ്പോൾ ഇത് കറക്റ്റാണോ അല്ലയോ ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ ഇവർ മിക്സ് ചെയ്ത് തരും, നേപ്പാളി മണിയും ഇന്ത്യൻ മണിയും കൂടി മിക്സ് ചെയ്തിട്ട് ബാക്കി തരും. അത് നമുക്കിത് കണക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കോമഡിയാണ് മൊത്തം. ഇതാണ്ടോ എനിക്ക് ബാക്കി തന്നത്. ഇത് 100 രൂപ കേട്ടോ. ഞാൻ ഇത് 900 ആണെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഇത് 100 രൂപയാണ്. ഇവിടെ ഒന്നൊന്നും ഇങ്ങനെ എഴുതണമെന്ന് തോന്നുന്നു. ഇത് എത്രയാണത്? ഇതെത്ര? ഇത് 10 രൂപ. അതെ, ഇത് 10 രൂപ. നേപ്പാളി മണി 10 രൂപ കേട്ടോ. ഞാൻ 2 കുപ്പി വെള്ളം കൂടി വേറെ മേടിച്ചിട്ടാ. അപ്പോൾ ഇപ്രാവശ്യം കൊടുത്തത് നേപ്പാളി മണി 100 രൂപയാണ്, നേപ്പാളിൽ നിന്ന്. അപ്പോൾ ബാക്കി 50 രൂപ തിരിച്ചു തന്നു. ഇത് എന്തിട്ട് കണക്കാണോ ദൈവത്തിനറിയാം. വേറൊരു കാര്യമുണ്ട് കേട്ടാ, നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്തേക്കാണ്. അതും നടന്ന്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിദേശ രാജ്യത്തേക്ക് ഞാൻ നടന്നാണ് ക്രോസ് ചെയ്ത് വന്നത്. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ വിദേശയാത്ര സഞ്ചാരം തുടങ്ങിയത് നേപ്പാളിലാണല്ലോ. അപ്പോൾ നമ്മളും
അതേപോലെ തന്നെ ഫസ്റ്റ് രാജ്യം നേപ്പാളാണ്. വെറുതെ ഒരു രസം ഉള്ളതല്ലേ പറയുമ്പോൾ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. അതെ, കാഠ്മണ്ഡുവിലോട്ട് പോകാനുള്ള ബസ്സാണ്. 700 നേപ്പാളി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കണം. അപ്പോൾ ലഗേജൊക്കെ താഴത്തേക്ക് വെക്കാം. ഡ്രസ്സുള്ളത്, നമ്മുടെ ഡ്രസ്സുള്ള ലഗേജ് ഉണ്ടല്ലോ, അത് നമുക്ക് താഴത്തേക്ക് വെക്കാം. അത്യാവശ്യം വിലയെടുപ്പുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ കണ്ട ചേട്ടൻ പറഞ്ഞേ, ഈ ബസ് പുറപ്പെട്ട് ഒരു 40 കിലോമീറ്റർ കഴിയാൻ നേരത്ത് തണുപ്പ് തുടങ്ങും. അപ്പോൾ ജാക്കറ്റ് കയ്യിൽ വെക്കണം. ഈ ജാക്കറ്റ് എടുത്ത് ബാഗിൽ കൊണ്ട് താഴ്ത്തി വെച്ച് തന്നെ പണിയാവും. അപ്പോൾ ജാക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചോ, തണുപ്പ് തുടങ്ങാൻ പോവാണ് മോനെ. അയ്യോ, ഇതല്ല കേട്ടോ ബസ്. ഞാൻ വിചാരിച്ചു ഇതാണ്. ഇതിൻ്റെ പുറകിൽ വേറൊരു ബസ് കിടപ്പുന്നില്ല അവിടെ, അതാണ് നമ്മുടെ ബസ് മാറിപ്പോയി. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. നമ്മുടെ ലഗേജ് എടുത്ത് നമുക്ക് താഴ്ത്ത് വെക്കാമല്ലോ, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മെയിൻ സാധനങ്ങൾ ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. ഡ്രസ്സുള്ള ബാഗ് മാത്രം നമ്മൾ ഇവിടെ താഴത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാം ചേട്ടനാണ് നമുക്ക് വേണ്ട കുറേ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് സംഭവമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, ഹായ്, ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിം എടുത്തട്ടെ. എൻസെൽ എന്ന് പറയുന്ന കമ്പനിയുടെ സിമ്മാണ്. അതിന് എന്താ കൊടുത്തത്? ആധാർ കാർഡ് മാത്രമേ കൊടുത്തുള്ളൂ. ആധാർ കാർഡ് മാത്രമേ ഫോട്ടോ അവരപ്പം തന്നെ എടുത്തല്ലേ? ഓക്കെ. വേറെ പൈസ എത്രയും? പൈസ 200 നേപ്പാളി മണി അല്ലേ? 200 നേപ്പാളി മണി കൊടുത്തിട്ട് നമ്മൾ സിം ചോദിച്ചു. ഞാൻ 120 രൂപ ഇന്ത്യൻ മണി കൊടുത്താ. അത് കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 500 രൂപ അതിനകത്ത് ചാർജ് ചെയ്താൽ അപ്പോൾ 20 GB ഡാറ്റ കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മതി. ഞങ്ങളെല്ലാവരും കൂടി 2 സെക്കൻഡ് കൊണ്ട് സിം ആക്ടിവേറ്റ് ആയി. 2 സെക്കൻഡ് എടുത്തപ്പോൾ തന്നെ ഇത് സംഭവം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20 GB ഡാറ്റ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരു സിം എടുത്തുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്താൽ മതിയല്ലോ. വാട്സാപ്പൊക്കെ മാത്രമല്ല നമ്മൾ നോർമലി യൂസ് ചെയ്യുള്ളൂ. എൻ്റെ ഫോണിൽ മെസ്സേജ് എന്നൊക്കെ ഉണ്ടാവും, വെൽക്കം ടു നേപ്പാൾ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ജിയോൻ്റെ എമർജൻസി സർവീസ് ആയിട്ടോ, എമർജൻസി കോള് ഉണ്ടോ ജിയോ. എൻസെല്ലും തന്നെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. എൻസെല്ലും എയർടെല്ലും കണക്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ, എൻസെൽ എയർടെല്ലും അവരായിട്ട് ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എയർടെല്ലിൻ്റെ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ പാക്കേജൊക്കെ ഭയങ്കര റേറ്റ് കൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ബസ് ഇവിടെ നിന്ന് എടുത്തു. ഇനി നേരെ കാഠ്മണ്ഡു. നാളെ ഒരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല സൗകര്യം. അത്ര നല്ല ചൂടായിരുന്നു. ഇനി ഒരു 40 കിലോമീറ്റർ കഴിയുമ്പോൾ തണുപ്പ് വരുമെന്നാണ് പറയണത്. ജാക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ വെളുപ്പിന് എത്തൂട്ടെ. നാളെ വെളുപ്പിന് ഒരു 5 മണിക്ക് ശേഷം കാഠ്മണ്ഡു എത്തും. പിന്നെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തും എന്നാണ് പറഞ്ഞു കേട്ടത്. നിർത്തുമില്ല ദൈവത്തിനറിയാം. ഇതിൻ്റെ ഒപ്പം ഉള്ളതാണോ? ഒരു വെള്ളം നിന്നെ പോണ്ട്. ഇത് കൊള്ളാറ സാധാരണ കിട്ടാറില്ല. ഒരു വെള്ളം അത് വിളിച്ചു. ശരിക്കും പറയാൻ ഞാൻ വെളുപ്പിനെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് ഫ്ലൈറ്റ് കയറി നമ്മൾ പാട്ന വഴി ഇപ്പോൾ നേപ്പാൾ ക്രോസ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ സമയം എത്രയും 8:41. ഇവിടുത്തെ സമയത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് 20 മിനിറ്റ് എന്തോ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ രാവിലെ വെളുപ്പിനെ കയറിയിരിക്കുകയാണെങ്കിൽ ഡ്രസ്സിൻ്റെ അകത്ത് ആകെ ഒരു വേർത്ത് കുളിച്ച് അത് ഇത്രയും പൊടിക്കാത്ത സീനായിട്ടിരിക്കുകയാണ്. ഒരു കുളി കുളിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ചെന്നിട്ട് വേണം കാഠ്മണ്ഡു ചെന്നിട്ട് വേണം ഇനി തകർക്കാനായിട്ട്. ഒന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങണം അടിപൊളിയായിട്ട്. പക്ഷേ നാളെ ഉറങ്ങാൻ സമയം ഉണ്ടല്ലോ. കാഠ്മണ്ഡു ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങണം. ഇന്നിപ്പോൾ ഇവിടെ കിടന്ന് അങ്ങനെ നൈസായിട്ട് ഉറങ്ങാം. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു അബദ്ധം പറ്റി. നമ്മൾ മറ്റേ ടാക്സി പിടിച്ച് വന്നല്ലോ പാട്നയിൽ നിന്ന് ഇന്ന് പേരുന്ന റെക്സോൾ വരെ ടാക്സി പിടിച്ച് വന്നല്ലോ. അപ്പോൾ അതിന് 4500 രൂപയുള്ള റേറ്റ് നമ്മൾ കൊടുത്തു. ഒരു 100 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ടിപ്പ് പോലെ കൊടുക്കുകയും ചെയ്തു. വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് പുള്ളിക്ക് 2300 രൂപ പെട്രോൾ അടിച്ച് കൊടുത്തിട്ടുണ്ടായി. പുള്ളിയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് പെട്രോൾ അടിച്ച് കൊടുത്തു. ആ കാര്യം വിട്ടുപോയി. കോമഡിയാണ്. പുള്ളിയുടെ നമ്പറുണ്ട്. നാളെ രാവിലെ വിളിച്ചു നോക്കാം. കിട്ടാൻ സാധ്യതയില്ല, എന്നാലും കോമഡി ആയിപ്പോയി. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നേരെ ഇനി കാഠ്മണ്ഡു നാളെ ഒരു വെളുപ്പിനെ എത്തും. അപ്പോൾ എന്തായാലും ഇനി വലിച്ചൊന്നും നീട്ടണില്ല, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മൾ നാളെ കാഠ്മണ്ഡു എത്തിയിട്ട് കാഠ്മണ്ഡു ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടെങ്കിലൊക്കെ വാങ്ങിക്കണം. പിന്നെ മറ്റന്നാളാണ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡ്
എപ്പിസോഡിൽ ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് കഫേയുടെ കാര്യം മറക്കണ്ട. ഇംഗ്ലീഷ് കഫേയാണ് നമ്മുടെ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫ ഒരുക്കാൻ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഇംഗ്ലീഷ് കഫ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം, അടുത്ത കാഴ്ചകളായിട്ട്.